ഇന്ന് ഫാമിലി ആയിട്ട് നമ്മൾ ഉപ്പാന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ നമ്മൾ നോമ്പൊരിക്കാൻ വന്നിട്ടില്ലേ. അപ്പൊ നമുക്ക് നോമ്പൊരു വിശേഷങ്ങൾ ഉണ്ടാലോ. ഇതാണ് പാറക്കൽ തറവാട്, സോറി മീൻകുന്നിലെ തറവാട്. ഇതാണ് തറവാട്ടിലെ ബോസ്. കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആള് ഭയങ്കര ടെററാണ്. പക്ഷേ കാണുന്ന ശരീരം മാത്രമല്ല, കുഞ്ഞു മനസ്സാണ്. അങ്ങനെ നമ്മൾ നോമ്പൊരിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവിടെ ടേബിൾ മേടിക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്തു. ഷബി നേരെ പോയി 2 പുതപ്പെടുത്തു, അത് വിരിച്ചു, അതിന് മേലെ 2 പേപ്പറും വെച്ച് സെറ്റാക്കി. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. കാരണം എന്തൊക്കെ കടികളുണ്ട് നൈസായിട്ട് നോക്കാൻ പോയത്. പക്ഷെ ഞാൻ നെട്ടിപ്പോയി. കാരണം എന്റെ പെറ്റാച്ചമാർ കടികൾ ഉണ്ടാക്കാൻ ഒരു പടി മേലെയാണ് കൈസ്. അങ്ങനെ ഓരോരുത്തരും കൂടി കടികളൊക്കെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ. ഷബി, ഉമ്മ, പാത്തി ഇവരൊക്കെയാണ് മെയിൻ ഇതിൽ. പക്ഷെ ഷബി കുറച്ചുകൂടെ ഇപ്പം, കാരണം എല്ലാവരും കൊണ്ടുവരുന്ന കടിയെടുത്തിട്ട് ഷബി അടുത്ത് വെക്കില്ല. പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ 2 പ്ലേറ്റ് കടിയെടുത്തോണ്ട് ഒറ്റയ്ക്ക് അവിടെ വെച്ചു. ഇവരാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ. കാരണം ഇവർ 3 പേര് തീരെ പണിയെടുക്കില്ല. കാരണം ഇവർക്ക് പണിയെടുത്തതിനെ ചിലപ്പോൾ കാലുവേദന, നടുവേദന, അവിടെ വേദന, ഇവിടെ വേദന ഒക്കെ വരും. അതുകൊണ്ട് ഇവർ ഒരു പണിയെടുക്കില്ല. കാരണം നല്ല പ്രായമുണ്ടല്ലോ ഇവർക്ക്. ഇവർ 3 പേര് പാത്തുനെ കണ്ടുപിടിക്കുന്നത്. കാരണം ഈ പാത്തുനില്ല ആത്മാർത്ഥ പോലെ ഈ 3 പേർക്കും ഇല്ല. പറയാൻ പറ്റുമോ, ഇതാണ് മീൻകുന്ന് തറവാട്ടിലെ മറ്റൊരു ബോസ്. ഞാൻ പറയുന്നത് കേട്ടിട്ടാണെന്ന് അറിയില്ല. ഷബി എണീച്ച് പോയി കടിയെടുക്കാൻ പോയി. പക്ഷെ എന്നിട്ട് പതിക്കുന്ന പാത്തുനെ ഇന്ന് കടി വാങ്ങിക്കൊണ്ടിട്ട് അവിടെ വെച്ചു. അങ്ങനെ നമ്മൾ നോമ്പൂരിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് നോമ്പൊരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി നോമ്പൊക്കെ മുറിക്കണം. കാരണം അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത്രയും നേരം പണിയെടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവാത്ത ഒരാളുണ്ട്. പക്ഷെ നോമ്പൊരിക്കുന്ന കറക്റ്റ് പവർക്കാനാവും വരുന്ന ഒരാളുണ്ട്. അതാണ് ഇവൻ. ഇത് കണ്ടപ്പോൾ ഞാൻ എന്തോ പറയണമെന്ന് വെച്ചു, പക്ഷെ ഞാൻ മറന്നു. അങ്ങനെ നോമ്പുരെല്ലാം കഴിഞ്ഞ് പാത്തു എന്നെ താറാവിന് കളർ ചെയ്യാനൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഷബി ചായ ആയിട്ട് വരുന്നത്. ഇതാ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ള മനസ്സാ ഷബിന്റെ. കാരണം എനിക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നല്ല മനസ്സാ ഷബിന്റെ. അങ്ങനെ തറാവിയെല്ലാം കഴിഞ്ഞ് നല്ലൊരു ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് വേണ്ടി ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.